ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ ഹ്യൂമൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിൽ മാരിനേറ്റ് ചെയ്ത ബീഫ് കഷ്ണങ്ങൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. മൂടി അടച്ച് ആദ്യ വിസിൽ വരെ ഇടത്തരം മുതൽ ഉയർന്ന തീയിൽ വേവിക്കുക. കുക്കറിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇറച്ചി കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമായ പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഇറച്ചി കഷ്ണങ്ങൾ മാത്രം വേർതിരിച്ച് പുറത്തെടുക്കുക. ഈ ഗ്രേവി നമ്മൾ പിന്നീട് ഉപയോഗിക്കും. ഇറച്ചി കഷ്ണങ്ങൾ ചെറിയ നേർത്ത വിരലിന്റെ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ഇറച്ചി കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രം എടുത്ത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. പിന്നീട് പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി പാകം ചെയ്ത വെള്ളം ആവശ്യത്തിന് ഈ പാത്രത്തിലേക്ക് പകർന്നൊഴിക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് രൂപത്തിലാക്കിയത് 1 ടീസ്പൂൺ വീതം ചേർക്കുക. അരിഞ്ഞു വെച്ച ബീഫ് കഷ്ണങ്ങൾ നന്നായി ചേർത്തിളക്കി 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സോസ് പാനിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക. ഞങ്ങൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായി എണ്ണയിലിട്ട് വറക്കണം. 2 വശവും മാറ്റിയും തിരിച്ചുവിട്ട് നന്നായി ഫ്രൈ ആവണം. ഫ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകരാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് 2ആയി കീറിയതും കറിവേപ്പിലയും കുറച്ച് എണ്ണയിൽ വറുത്തെടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ സിമ്പിൾ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക.